ശ്രീനിവാസന്റെ മരണകർമ്മങ്ങളിൽ നിറഞ്ഞു നിന്ന ആളാണ് സുനിൽ സ്വാമി. ഇദ്ദേഹത്തെ ശബരിമല സ്വാമി എന്നും പ്ലാച്ചിമട സ്വാമി എന്നുമാണ് സോഷ്യൽ മീഡിയ വിളിക്കുക. എന്നാൽ ഇയാൾ എങ്ങനെ ശ്രീനിവാസനെ പോലെ ഒരാളുടെ മരണകർമ്മങ്ങളിൽ നേതൃത്വം വഹിച്ചു എന്നായിരുന്നു ചർച്ചകൾ. പക്ഷേ അതിൽ കുടുംബത്തിന് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നാണ് കുടുംബവുമായി ബന്ധമുള്ളവർ പറയുന്നത്. ഇയാളുടെ ഇടപെടലിൽ ധ്യാൻ ആ അവസ്ഥയിൽ പോലും തന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അയാൾ പറയുന്ന നാമജപം ഏറ്റുപറയാനോ ഇയാൾ നൽകിയ പുഷ്പം ഇട്ട് തൊഴാനോ ഒന്നും നിന്നില്ല എന്ന് മാത്രമല്ല, അച്ഛന് വേണ്ടുന്ന ബഹുമാനത്തോടെയും ആചാരങ്ങളുടെയും ഭാഗമായി എല്ലാം നൽകിയാണ് ധ്യാൻ അവിടെ നിന്നതും. എന്നാൽ സുനിൽ സ്വാമിയെ പോലുള്ള ചിലരുടെ അവിടുത്തെ പ്രകടനങ്ങൾ കുടുംബത്തെ മുഴുവൻ അലോസരപ്പെടുത്തിയിരുന്നു. അതിൽ നിവിൻ പോളിയുടെ മുഖഭാവത്തിൽ നിന്നും ഈ വിഷയം എല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയുമായതാണ്. നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ് സുനിൽ സ്വാമി. ഇയാളെക്കുറിച്ചുള്ള സംവിധായകൻ പിജി പ്രേംലാലിന്റെ കുറിപ്പ് ശ്രദ്ധ നേടുകയാണ്. പിടിച്ചകത്തിടണമെന്ന് ശ്രീനിവാസൻ പറഞ്ഞ ആൾദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ് സുനിൽ സ്വാമി എന്നാണ് പ്രേംലാൽ പറയുന്നത്. തന്റെ സംസ്കാര ചടങ്ങിൽ അതേ വ്യക്തി കാർമികനെ പോലെ അരങ്ങേറുമെന്ന് ശ്രീനിയേട്ടൻ സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കില്ലെന്നും പ്രേംലാൽ പറയുന്നു. ടൗൺ ഹാളിലേക്ക് ശ്രീനിവാസനെ കൊണ്ടുവന്നപ്പോൾ മുതൽ സുനിൽ സ്വാമി അവിടെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ വീട്ടിൽ വന്ന് അദ്ദേഹം കർമ്മങ്ങൾ ചെയ്യുകയായിരുന്നു. ശ്രീനിയേട്ടന് ഈ വക വിശ്വാസങ്ങളില്ലെങ്കിലും ചേച്ചിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കാറില്ല. അവരെ അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണത്. മരണാനന്തര ചടങ്ങുകളെല്ലാം ചെയ്യണമെന്ന് തീരുമാനിച്ചത് ചേച്ചിയാണ്. ഒത്തിരി ബന്ധുക്കളുള്ള കുടുംബമാണ്. അവരാരെങ്കിലും ആണോ സുനിൽ സ്വാമിയെ വിളിച്ചതെന്നുള്ള സംശയം ഞങ്ങൾക്ക് വരെ തോന്നിയിരുന്നു. എന്നാൽ ആരും അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല, കർമ്മം ചെയ്യാനും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആരാണെന്ന് പോലും കുടുംബത്തിന് അറിയില്ല. ചേച്ചിക്കൊന്നും അദ്ദേഹത്തിന്റെ കാര്യം അറിയുകയില്ല. സ്വയം പേരെടുക്കാൻ വേണ്ടിയാണ് സുനിൽ സ്വാമി അവിടെ വന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. നല്ല രീതിയിൽ മന്ത്രങ്ങൾ പറയുന്നവർ അവിടെ ഉണ്ടായിരുന്നു. അവരാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. വീടിനകത്തെ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തത് അവരാണ്. അവിടെയും വന്ന് സുനിൽ സ്വാമി ഇടപെടുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം വലിയൊരു സ്വാമിയാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. പിന്നീട് സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായി മാറുകയായിരുന്നു.